കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമുക്ക് അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം 3-ാം സർഗം നമ്മൾ 41, 42 ഒന്നിച്ച് ചെയ്താണ് നിർത്തിയത്. അതിലെന്താ പറഞ്ഞ വെച്ചാൽ, രൂപമില്ലാത്തവനാണെങ്കിലും മായയെ ആശ്രയിച്ചിട്ട് ബഹുരൂപനായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തെ നിന്നോട് ഞാൻ പറയാം. സകല ചരാചരങ്ങളിലും, പിന്നെന്താ കിഴക്കോട്ടൊഴുകുന്ന നദികളിലും പടിഞ്ഞാട്ടൊഴുകുന്ന നദങ്ങളിലും അവനിരിക്കുന്നു അല്ലേ. ഓങ്കാരവും പിന്നെയോ 3 കാലത്തിലും, അതായത് ഭൂതം, വർത്തമാനം, ഭാവിയിലും നശിക്കാതിരിക്കുന്ന വസ്തുവും സൂര്യനും ഭൂമിയും സകല ലോകത്തിനാധാരഭൂതനായിരിക്കുന്ന ആദിശേഷനും അവൻ തന്നെയാണ് എന്നും പറഞ്ഞിട്ടാണ് നമ്മളതിൽ നിർത്തിയത്. ഇനി 43, 44, 45 ഒന്നിച്ചാണ്. സർവേ ദേവാ സമുദ്രാശ്ച കാലസൂര്യശ്ച ചന്ദ്രമാഃ സൂര്യോദയോ ദിവാരാത്രി യമശ്ചൈവ തഥാനിലാ അഗ്നിരിന്ദ്രസ്തഥാ മൃത്യു പർജന്യോ വാസവസ്തഥാ ബ്രഹ്മാരുദ്രാദയശ്ചൈവ യേ ചാന്യേ ദേവദാനവാഃ വിദ്യോതതിജ്വലത്യേഷാ പാതിചാതീതി വിശ്വകൃത് ക്രീഡാം കരോത്യവ്യയാത്മാ സോയം വിഷ്ണു സനാതന. സർവേ ദേവ, അതായത് എല്ലാ ദേവന്മാരാലും, സമുദ്രം ച സമുദ്രങ്ങളും, കാല സൂര്യ ചന്ദ്രമ കാലവും സൂര്യനും ചന്ദ്രനും, സൂര്യോദയ ദിവരാത്രി ച സൂര്യൻ്റെ അതായത് ഉദിച്ചിട്ടും രാത്രിയിലും പകലും രാത്രിയും, യമഹ ച തഥ അനില യമനും, വായുവും, അഗ്നി ഇന്ദ്ര തഥാ മൃത്യു അഗ്നിയും ഇന്ദ്രനും മൃത്യുവും എല്ലാ ദേവന്മാരെന്ന് പറഞ്ഞില്ലേ. പർജന്യനും വസവ വസുക്കളും, ബ്രഹ്മ രുദ്രായ ച ബ്രഹ്മാവും രുദ്രാദികളും, അന്യേ ദേവദാനവാഹായേ ച അന്യന്മാരായ ദേവന്മാരും അസുരന്മാരും ആയവരൊക്കെയും, ഏഷ വിദ്യോതതി ഇവൻ വിദ്യോതിക്കുന്നു, എല്ലാവരിലും ഈ ശക്തിയാണെന്ന്. ജ്വലതി ജ്വലിക്കുന്നു, പാതി പാലിക്കുന്നു, അത്തി അതിക്കുന്നു, ഇതി വിശ്വകൃത് ഇപ്രകാരം വിശ്വത്തെ ഉണ്ടാക്കുന്നവനും, അവ്യയാത്മാ ഒരു വ്യയം ചന്ദ്രക്ഷയം വികാരം ഇല്ലാത്തവനും, സനാതന ശാശ്വതനുമായ അയം വിഷ്ണു ഈ വിഷ്ണു ക്രീഡാം കരോതി ഭഗവാന്റെ ലീലയാണ് ഇതൊക്കെ എന്ന് പറയാണ്. അതായത് സകല ദേവന്മാരും സമുദ്രങ്ങളും കാലവും സൂര്യനും ചന്ദ്രനും സൂര്യോദയവും പകലും രാത്രിയും യമനും വായുവും അഗ്നിയും ഇന്ദ്രനും മൃത്യുവും, ഈ പിന്നെ എന്താണ് മഴയുടെ ദേവത പർജന്യദേവതയും അഷ്ടവസുക്കളും ബ്രഹ്മാവും രുദ്രനും മറ്റ് ദേവ അസുരന്മാരും അവൻ തന്നെയാണ്. എല്ലാവരിലും വിളങ്ങുന്നത് ഭഗവാനാണ്. ഈ വിശ്വത്തെ ജനിപ്പിക്കുന്ന ഭഗവാൻ സ്വയം പ്രകാശ സ്വരൂപനാണ്. തന്നെ ജ്വലിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു, സൃഷ്ടിച്ച് സംഹാരം, ഇങ്ങനെ വളരെ വളരെ രൂപങ്ങൾ കൈക്കൊണ്ടും അതേസമയം നിർവികാരനായും ശാശ്വതനുമായിരിക്കുന്ന ആ വിഷ്ണുവിൻ്റെ ലീലകളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാതും ഭഗവാൻ തന്നെയാണെന്ന്. ഭഗവാൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ കാണുന്നതൊക്കെ ഭഗവാന്റെ ലീലകളാണ്. സർവേ ദേവാ സമുദ്രാശ്ച കാല സൂര്യശ്ച ചന്ദ്രമാഃ സൂര്യോദയോ ദിവാരാത്രി യമശ്ചൈവ തഥാനിലാ അഗ്നിരിന്ദ്രസ്തഥാ മൃത്യു പർജന്യോ വാസവസ്തഥാ ബ്രഹ്മാരുദ്രാദയശ്ചൈവ യേ ചാന്യേ ദേവദാനവാഃ. അസുരന്മാരും ദേവന്മാരും ഒക്കെ ഭഗവാന്റെ ശക്തി തന്നെ. വിദ്യോതതി ജ്വലത്യേഷ സ്വയം പ്രകാശിക്കണു, ജ്വലിപ്പിക്കണു, ബാക്കിയുള്ളവരെ പ്രകാശിപ്പിക്കണു. പാതി ചാത്തീതി വിശ്വകൃത് പാദം പാതി പറഞ്ഞ രക്ഷിക്കുന്നു, പാലിക്കുന്നു,
പിന്നെ സംഹരിക്കുന്നു. വിശ്വകൃത് ക്രീഡാം കരോത്യവ്യയാത്മാ സ്വയം വിഷ്ണു സനാതന. അങ്ങനെയുള്ള ഈ ഭഗവാന്റെ ലീല ഭഗവാൻ ആടിക്കൊണ്ടിരിക്കുകയാണ്. 46ഉം 47ഉം തേന സർവമിദം വ്യാപ്തം ത്രൈലോക്യം സചരാചരം നീലോൽപലദളശ്യാമോ വിദ്യുദ്വർണാംബരാവൃതഃ ശുദ്ധജാംബൂനദപ്രഖ്യാം ശ്രിയം വാമാംഗസംസ്ഥിതാം സദാ അനപായിനീം ദേവീം പശ്യന്യാലിംഗ്യ തിഷ്ഠതി. തേന അവനാൽ സചരാചരം, അതായത് ഈ ചരാചരങ്ങൾ മുഴുവൻ, ഇതം സർവം ത്രൈലോക്യം ഈ ത്രിലോകങ്ങളെ വ്യാപിക്കപ്പെട്ടതാകുന്നു. അവൻ തന്നെയാണ് ഈ ലോകം മുഴുവനെ പെർവൈഡ് ചെയ്ത് നിൽക്കുന്നത്. ഓൾ പെർവൈഡിങ് എന്നർത്ഥം. അതായത് സർവ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നവൻ. നീലോത്പലദളശ്യാമ, നീലത്താമരയുടെ ഇതള് പോലെയുള്ള നിറത്തോടു കൂടിയവനും വിദ്യുത് വർണ്ണാംബരാവൃത, മിന്നലിൻ്റെ നിറമുള്ള മഞ്ഞ വസ്ത്രത്തോടു കൂടിയവനും സദാ അനപായിനിയും, എപ്പോഴും വിട്ടുപിരിയാതെ, ആര്? വാമാംഗ സംസ്ഥിത, വലത്തെ തുടയിലിരിക്കുന്നവളും ഇടത്തെ തുടയിലിരിക്കുന്നവളും ശുദ്ധ ജാംബൂനദ പ്രഖ്യാം, ശുദ്ധമായ സ്വർണത്തിൻ്റെ കാന്തിയോടുകൂടിയവളുമായ ശ്രീദേവിയെ ലക്ഷ്മിയെ പശ്യൻ ആലിംഗ്യ, നോക്കി ആലിംഗനം ചെയ്തിട്ട് തിഷ്ഠതി, അങ്ങനെ സ്ഥിതി ചെയ്യുന്നു. എന്താണ് പറഞ്ഞത് ഈ 2 ശ്ലോകത്തിലെച്ചാൽ, ഈ കാണപ്പെടുന്ന ചരാചരങ്ങൾ അടങ്ങുന്ന ഈ ത്രിലോകവും ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സ്വരൂപം ധ്യാനിക്കാൻ നമുക്ക് വിഷമാണെങ്കിൽ, അതായത് ആ വിശ്വരൂപം ധ്യാനിക്കാൻ വിഷമമാണെങ്കിൽ വേറൊരു തരത്തിലുള്ള രൂപം ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുകയാണ്. എന്താ അറിയോ? നീലത്താമരയുടെ ഇതൾ പോലെയുള്ള നിറത്തോടു കൂടിയവനും മിന്നൽ പോലെ വിളങ്ങുന്ന അല്ലെങ്കിൽ മഞ്ഞപ്പട്ട് അണിഞ്ഞവനും ആയിരിക്കുന്ന വിഷ്ണു ഒരു സമയത്തും വിട്ടുപിരിയാതെ ഇടത്തെ മടിയിലിരിക്കണ സ്വർണമയിയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ കടാക്ഷിച്ചും ആലിംഗനം ചെയ്തുകൊണ്ട് വസിക്കുന്നു. അപ്പം നമുക്ക് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ചരൂപിയായിട്ടുള്ള വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റണില്ലെങ്കിൽ മഹാലക്ഷ്മി ഇടത്തെ അതിമനോഹരിയായിട്ടുള്ള മഹാലക്ഷ്മി ഇടത്തെ തൊടയിൽ വെച്ചിട്ട് നീലശ്യാമളമേ വർണ്ണത്തോടു കൂടിയ പീതാംബരം ധരിച്ച ആ ഭഗവാനെ നമുക്ക് വേണമെങ്കിൽ ധ്യാനിക്കാം. അതും കൂടി എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ. ഒന്നുകിൽ എല്ലാ ദിക്കിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായിട്ടാവാം. അപ്പോൾ ഒരു അരൂപി പോലെയാണല്ലോ, രൂപം ശരിക്കില്ലാത്തല്ലേ. അതുകൊണ്ട് അത് വിഷമാണെങ്കിൽ ഇങ്ങനെ ആവാമെന്ന് പറയാണ്. തേന സർവമിദം വ്യാപ്തം ത്രൈലോക്യം സചരാചരം നീലോൽപലദളശ്യാമോ വിദ്യുദ്വർണാംബരാവൃതഃ ശുദ്ധജാംബൂനദ പ്രഖ്യം ശ്രിയം വാമാംഗ സംസ്ഥിതാം, ഇടത്തെ തുടയിലിരിക്കണതെന്ന് സദാനപായിനീം ദേവീം പശ്യന്യാലിംഗതിഷ്ഠതി. അങ്ങനെ ആ മഹാലക്ഷ്മിയെ കടാക്ഷിച്ചും ആലിംഗനം ചെയ്തും കൊണ്ടിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ വേണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാം. ദ്രഷ്ടും ന ശക്യതേ കൈശ്ചിത് ദേവദാനവപന്നഗൈഃ യസ്യ പ്രസാദം കുരുതേ സചൈനം ദ്രഷ്ടുമർഹതി. ദേവദാനവ പന്നഗൈഃ, കൈശ്ചിൽ അതായത് ദേവന്മാർ, അസുരന്മാർ, പാമ്പുകൾ, നാഗങ്ങൾ എന്നിവരാൽ ദ്രഷ്ടും ന ശക്യത, ദർശിക്കാൻ സാധിക്കുകയില്ല. യസ്യ പ്രസാദം കുരുതേ, ഏതൊരാളുടെ പേരിൽ പ്രസാദിക്കുന്നുവോ ഭഗവാൻ, സഹ അവൻ ഏനം ഇവനെ ദൃഷ്ടുമർഹതി. അതായത് ദേവനാണോ അസുരനാണോ പാമ്പാണോ നാഗങ്ങളാണോ എന്ന് നോക്കിയിട്ടല്ല ഭഗവാൻ ദർശനം കൊടുക്കുന്നത്. അതായത് ഭഗവാന്റെ പ്രസാദം ആരിൽ ഉണ്ടാകുന്നുവോ അവർക്ക് ഭഗവാനെ കാണാൻ പറ്റും. അതാണ് ദേവന്മാർ, അസുരന്മാർ, പന്നകങ്ങൾ, നാഗങ്ങൾ മുതലായ യാതൊരുത്തർക്കും അവനെ സാധാരണ നിലയ്ക്ക് കാണാൻ സാധിക്കില്ല ഭഗവാനെ. ആരുടെ നേരെയാണ് ഭഗവാൻ പ്രസാദിക്കുന്നവ ആ ആൾക്ക് മാത്രം വിഷ്ണുവിനെ കാണാൻ കഴിയും. യമേ വൈഷ വൃണുതേ തേന ലഭ്യന്ന്, അതായത് യാതൊരുവനെ ഭഗവാൻ അനുഗ്രഹിക്കണോ അയാൾക്ക് മാത്രം ഭഗവാനെ ലഭിക്കും. ദേവനായാലും അസുരനായാലും പാമ്പായാലും
കിന്നരന്മാരായാലും ഗന്ധർവന്മാരായാലും ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഈ ശ്രുതിയിൽ വേദത്തിൽ അങ്ങനെ പറയേണ്ട യമേ വൈഷ വൃണുതേ തേന ലഭ്യ. അതായത് യാതൊരുവനെ ഭഗവാൻ വരിക്കുന്നുവോ, ഭഗവാൻ ആർക്കാണ് ദർശനം കൊടുക്കണമെന്ന് തീർച്ചയാക്കണം അവന് മാത്രം ലഭിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ അർത്ഥം. അതായത് ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിൽ തന്നെ ഭഗവാനെ ദർശിക്കാനും ഭഗവാനെ ഈവൻ ധ്യാനിക്കാനും ഭഗവാന്റെ ഈവൻ ഒരു നാമം ജപിക്കാനും സാധിക്കുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം വേണം. ദ്രഷ്ടും ന ശക്യതേ കൈശ്ചിദ്ദേവദാനവപന്നഗൈഃ യസ്യ പ്രസാദം കുരുതേ സ ചൈനം ദ്രഷ്ടുമർഹതി ന ച യജ്ഞതപോഭിർവാ ന ദാനാധ്യയനാദിഭിः ശക്യതേ ഭഗവാൻ ദ്രഷ്ടും ഉപായൈരിതരൈരപി. യജ്ഞതപോഭിः വാ, യജ്ഞം തപസ് എന്നിവ കൊണ്ടോ, അതാണ് പറയണത്, ഒന്നുകൊണ്ട് പറ്റില്ല. ദാനാധ്യയനാദിഭി, ദാനം അധ്യയനം ചെയ്യുക, പഠിക്കുക മുതലായവ കൊണ്ടോ, ഇതരൈഹി ഉപായൈഹി അപി, ബാക്കി വല്ല വഴികളും ഉപായങ്ങൾ കൊണ്ടോ ഭഗവാൻ ദ്രഷ്ടും ന ശക്യതയെ, ഭഗവാനെ കാണപ്പെടുവാൻ, ഭഗവാനെ ദർശിക്കുവാൻ കഴിയില്ല എന്ന്. എന്താ പറഞ്ഞ വെച്ചാൽ യാഗം, തപസ്, ദാനം, വേദാധ്യയനം മുതലായതുകൊണ്ടോ മറ്റേതെങ്കിലും ഉപായങ്ങൾ കൊണ്ടോ ഭഗവാനെ കാണുവാൻ കഴിയില്ല. ഭഗവത് പ്രസാദം തന്നെ വേണം. ന ച യജ്ഞതപോഭിർവാ ന ദാനാധ്യയനാദിഭിः ശക്യതേ ഭഗവാൻ ദ്രഷ്ടും ഉപായൈരിതരൈരപി. തദ്ഭക്തൈഃ സദ്ഗതപ്രാണൈഃ തच्चित्तैर्धूतकल्मषैः ശക്യതേ ഭഗവാൻ വിഷ്ണു വേദാന്താമലദൃഷ്ടിഭിः. തദ്ഭക്തൈ, അതായത് ഭഗവാന്റെ ഭക്തന്മാരും, തദ്ഗതപ്രാണൈഹി, അവനിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രാണനോടുകൂടിയവരും, അതായത് എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിക്കുന്നവരും, തച്ചിത്തൈ, അവനിൽ തന്നെ ഉറച്ച ചിത്തത്തോടുകൂടി, ഉറച്ച ഭക്തിയോടുകൂടിയവരും, ധൃതകൽമഷൈ, പാപമില്ലാത്തവരും, വേദാന്താമലദൃഷ്ടിഭി, വേദാന്താർത്ഥ വിചാരത്താൽ ബുദ്ധി തെളിഞ്ഞവനും ആയവരാൽ ഭഗവാൻ വിഷ്ണു, ഭഗവാനായ വിഷ്ണു ദ്രഷ്ടും ശക്യതയെ, കാണപ്പെടുവാൻ കഴിയും. ഭഗവാനെ കാണാൻ പറ്റുന്ന ആർക്കാന്നാണ് പറയണം. എന്നാൽ പിന്നെ ഇവർക്കൊക്കെ കാണാൻ പറ്റില്ല പറഞ്ഞുല്ലോ, ഇല്ലേ? ദാനവന്മാരായാലും ദേവന്മാരായാലും കാര്യമില്ല, ഭഗവാൻ പ്രസാദിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തപസ്, ദാനം, അതുകൊണ്ടൊന്നും പറ്റില്ല, വേദാധ്യയനം ഒന്നും കൂടെ പറ്റില്ല പറഞ്ഞു. എന്നാൽ പിന്നെ കാണാൻ കഴിയുന്നവർ, നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുന്നവർ ആവുന്നത് എങ്ങനെയാ ചോദിച്ചാൽ, ഭഗവാനിൽ പരമമായ ഭക്തിയോടുകൂടെ എല്ലാ ഇന്ദ്രിയവൃത്തികളെയും മനസ്സിനെയും ഭഗവാനിലേക്കു തന്നെ തിരിക്കുക. അങ്ങനെയുള്ളവർക്ക്, അതായത് ഭഗവാനിൽ പരമഭക്തിയോടുകൂടി നമ്മുടെ ഇന്ദ്രിയവൃത്തികളെയും മനസ്സിനെയും ഭഗവാനിൽ തന്നെ സമർപ്പിക്കുക. കാരണം പാപമൊക്കെ നശിച്ച് വേദം അധ്യയനമൊക്കെ ചെയ്യുമ്പോൾ അതിലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ ഒന്നും കൂടി ശുദ്ധീകരിച്ച് ഭഗവാനായിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ള ആൾക്ക് ഭഗവാൻ വിഷ്ണുവിനെ കാണാൻ കഴിയും. അതായത് ഭക്തി, കർമ്മ, ധ്യാന, ജ്ഞാന യോഗങ്ങളെ കൊണ്ടൊക്കെ, ഭക്തി എന്നതിൽ, അതായത് അതിലെ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ആ ആത്മാർത്ഥമായിട്ടുള്ള ഭഗവാനെ കാണണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉള്ളിൽ വളരെ തീവ്രമായിട്ട് ഉണ്ടായും കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ മനസ്സിൽ ശുദ്ധീകരിച്ചിട്ട് മനസ്സ് ശുദ്ധാകുമ്പോൾ ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും. ഭഗവാൻ നമ്മുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടും. അതാണ് പറയണത്. തദ്ഭക്തൈ തദ്ഗത പ്രാണൈ തച്ചിത്തൈ ധുതകൽമഷൈ, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം. എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനടക്കം അങ്ങനെ ഭക്തിയോടുകൂട്ട്. ശക്യതേ ഭഗവാൻ വിഷ്ണു വേദാന്താമലദൃഷ്ടിഭി, എന്നിട്ട് വേദാധ്യയനമൊക്കെ ചെയ്തിട്ട് നമ്മളെ ബുദ്ധി ശുദ്ധമാവുമ്പോൾ ഭഗവാന് ദർശനം കിട്ടും. യഥാവാ ദ്രഷ്ടുമിച്ഛാതേ ശൃണുത്വം പരമേശ്വരം ത്രേതാമുഖേ സ ദേവേശോ ഭവിതാ നൃപവിഗ്രഹ. പക്ഷേ തേ ദ്രഷ്ടും ഇച്ഛ, നിനക്ക് ദർശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, തം ശൃണു, നീ കേട്ടാലും, സ ദേവേശ, ആ ദേവേശൻ, ത്രേതാമുഖേ, ത്രേതായുഗത്തിൽ,
സുനൃപവിഗ്രഹ ഭവിത, ഒരു രാജാവായിട്ട് ത്രേതായുഗത്തിൽ ഭൂമിയിൽ അവതരിക്കും. അപ്പോൾ പറയണ രാവണനോടെ, നിനക്ക് അയ്യോ പേജ് പോയി അല്ല പറയാണ്, നിനക്ക് ഈ ഉപായങ്ങളൊന്നുമില്ലാതെ തന്നെ ഇപ്പം പറഞ്ഞല്ലോ എങ്ങനെയൊക്കെ ഭഗവാനെ പ്രാപിക്കാമെന്ന്. ഈ ഉപായങ്ങളൊന്നും അല്ലാതെ തന്നെ നിനക്ക് ഭഗവാനെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം. എന്താ കേട്ടോളൂ. ത്രേതായുഗത്തിൻ്റെ ത്രേതായുഗം തുടങ്ങിയിട്ട് അധികം താമസിയാതെ ഭഗവാൻ ഒരു രാജാവായിട്ട് അവതരിക്കും. ദശരഥൻ്റെ മകനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതിൽ ഒരു രാജാവായിട്ട് അവതരിക്കും. എപ്പോൾ? ത്രേതായുഗത്തിൽ. അപ്പം നിനക്ക് ഈ പറഞ്ഞ ഉപായങ്ങളൊന്നും കൊണ്ടും ഭഗവാനെ കാണാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉപായങ്ങളല്ല നിനക്ക് പറ്റുകയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഭഗവാനെ കാണാൻ ഈ ആഗ്രഹം ഉണ്ടാച്ചോട്ടെ. ഭഗവാൻ ത്രേതായുഗത്തിൽ അവതരിക്കുന്നുണ്ട് രാജാവായിട്ട്. ഇനി എന്താ പറയണ? യഥാവാ ദ്രഷ്ടുമിച്ഛാതെ, നിനക്ക് ആഗ്രഹം ഉണ്ടാ കാണാൻ. ശൃണുത്വം പരമേശ്വരം, കേട്ടോളൂ. എന്താ അറിയോ? ത്രേതാമുഖേ, അതായത് ത്രേതാമുഖം എന്ന് പറഞ്ഞാൽ ത്രേതായുഗം തുടങ്ങിയ കാലത്ത്, ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ സദേവേശോ ഭവിത നൃപവിഗ്രഹ, ഒരു രാജാവായിട്ട് ഭഗവാൻ അവതരിക്കും. 52, 53. ഹിതാർത്ഥം ദേവമർത്യാനാം ഇക്ഷ്വാകൂണാം കുലേ ഹരി രാമോ ദാശരഥിർഭൂത്വാ മഹാസത്വപരാക്രമഃ പിതുർനിയോഗാൽ സഭ്രാത്ര ഭാര്യയാ ദണ്ഡകേ വനേ വിചരീഷ്യതി ധർമാത്മാ ജഗന്മാത്ര സ്വമായ. ഒക്കെ പറഞ്ഞുകൊടുക്കണ്ട എങ്ങനെയാണ് വേണ്ടത്. അതോ ദേവമർത്യാനാം, അതായത് ദേവമർത്യാനാം ഹിതാർത്ഥം, ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും പ്രാർത്ഥന കൈക്കൊണ്ട് ഇക്ഷ്വാകൂണാം കുലെ, ഇക്ഷ്വാകു വംശത്തിൽ ഹരി, അതായത് ഭഗവാൻ മഹാസത്വപരാക്രമ, മഹത്തായ പരാക്രമത്തോടു കൂടിയ ദാശരഥി രാമ ഭൂത്വ, ദശരഥപുത്രനായ രാമനായി ഭവിച്ചിട്ട് പിതുഹു നിയോഗാൽ, അച്ഛൻ്റെ തന്നെ ആജ്ഞപ്രകാരം ഭ്രാത്ര ജഗന്മാത്ര സ്വമായ ഭാര്യ, സഹോദരിയോടും ജഗന്മാതാവായിട്ടുള്ള തൻ്റെ പത്നിയോടും കൂടി ധർമ്മസ്വരൂപനായിട്ടുള്ള ഈ ശ്രീരാമൻ ദണ്ഡകവനത്തിൽ വിചരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ കാണാനുള്ള അവസരം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് രാവണനെ ശ്രീ മഹാവിഷ്ണു ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും പ്രാർത്ഥന കേട്ടിട്ട് അവരുടെ ഹിതത്തിനായിക്കൊണ്ട് ഇക്ഷ്വാകു വംശത്തിൽ ദശരഥപുത്രനായി രാമൻ എന്ന പേരോടുകൂടി അവതരിക്കും. ആ വളരെ സാത്വികനും പരാക്രമശാലിയുമായിട്ടുള്ള ധർമ്മസ്വരൂപനായിട്ടുള്ള ആ രാമചന്ദ്ര ഭഗവാൻ സഹോദരനോടും ലോകത്തിൻ്റെ മുഴുവൻ മാതാവായ തൻ്റെ മായാശക്തിയായ ഭാര്യയോടും കൂടി അച്ഛൻ്റെ കൽപ്പന അനുസരിച്ച് ദണ്ഡകവനത്തിലേക്ക് പോവും. അതൊക്കെ നമുക്കറിയാലോ. അപ്പോഴാണ് കാണാൻ അവസരം എപ്പോഴാന്ന് പറയാനേ. ഹിതാർത്ഥം ദേവമർത്യാനാം ഇക്ഷ്വാകൂണാം കുലേ ഹരി രാമോദാശര, ഇതൊക്കെ നടക്കണത് കൃതയുഗത്തിലാട്ടോ. ഹിതാർത്ഥം ദേവമർത്യാനാം ഇക്ഷ്വാകൂണാം കുലേ ഹരി രാമോദാശരഥിർഭൂത്വാ മഹാസത്വപരാക്രമ പിതുർനിയോഗാൽ സഭ്രാത്ര ഭാര്യയാ ദണ്ഡകേ വനേ വിചരീഷിദ്ധർമാത്മാ ജഗന്മാത്ര സ്വമായയാ. ഇനിയോ 54. ഏവം തേ സർവമാഖ്യാതം മയാ രാവണവിസ്തരാൽ ഭജസ്വ ഭക്തിഭാവേന തദാ രാമം ശ്രിയായുതം. ഹേ രാവണ, നിന്നോട് ഇപ്രകാരം മയ എന്നാൽ സർവം വിസ്തരാൽ ആഖ്യാതം, ഞാൻ എല്ലാം നിനക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു. തഥാ അപ്പോൾ ശ്രീയായുധം രാമ, ശ്രീദേവിയോട് ചേർന്നിരിക്കുന്ന രാമനെ, അതായത് സീതയോട് ചേർന്നിരിക്കുന്ന രാമനെ ഭക്തിഭാവത്തോടു കൂടെ ഭജിച്ചാലും. ഇതാണ് പറഞ്ഞു കൊടുത്തത്. അല്ലയോ രാവണ, നിൻ്റെ ചോദ്യത്തിനനുസരിച്ച് അതൊക്കെ അറിയണമെന്ന് പറഞ്ഞുവല്ലോ. അപ്പം ഞാൻ മറുപടി വിസ്തരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിന്നോട് ഇല്ലേ. ആ അവതാര സമയത്തിൽ ത്രേതായുഗത്തിൽ ആദ്യത്തിൽ ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയായ സീതയോട് ചേർന്നിരിക്കുന്ന രാമനെ നീ ഭക്തിഭാവത്തോടുകൂടി ഭജിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു.
ഏവം മേ സർവമാഖ്യാതം മയാ രാവണവിസ്തരാൽ ഭജസ്വ ഭക്തിഭാവേന തദാ രാമം ശ്രിയായുധം. ഏവം ശ്രുത്വാ സുരാധ്യക്ഷോ ധ്യാത്വാ കിഞ്ചിത് വിചാര്യ ച ത്വയാ സഹ വിരോധേപ്സുർമുമുദേ രാവണോ മഹാൻ. അസുരാധ്യക്ഷ മഹാൻ രാവണ. അപ്പം അസുരാധിപനായിട്ടുള്ള രാവണൻ ഏവം ശ്രുത്വ ഇത് കേട്ടിട്ട് ധ്യാത്വ ധ്യാനിച്ചിട്ട് കിഞ്ചിത് വിചാര്യ കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് ത്വയാ സഹ അങ്ങയോടുകൂടെ വിരോധത്തെ ഇച്ഛിക്കുന്നവനായിട്ട് മുമുദേ മോദിച്ചു. അപ്പം ദേഷ്യമായിട്ടുള്ള ഭക്തിയാണ് ഉണ്ടാവും. അതാണല്ലോ നമുക്കറിയാലോ അത് അല്ലേ. ഹിരണ്യാക്ഷം ഹിരണ്യകശിപുമായിട്ടല്ലേ ആദ്യം ജനിച്ചത്, പിന്നെ രാവണനും കുംഭകർണനാണ്. അപ്പോൾ വിദ്വേഷഭക്തിയാണ്. അസുരാധിപനും മഹാനുമായിട്ടുള്ള ആ രാവണൻ ഇപ്രകാരം മുനി പറഞ്ഞത് കേട്ട ശേഷം ധ്യാനിച്ചു. കുറച്ചു നേരം ധ്യാനിച്ച് അല്പം നേരം ആലോചിച്ചതിന് ശേഷം ഭഗവാനോട് വിരോധഭാവത്തെ ആഗ്രഹിക്കുന്നവനായിട്ട് സന്തോഷിച്ചു എന്ന്. ഓക്കെ, ഞാൻ ശത്രുവായിട്ട് ഭഗവാനെ അന്വേഷിക്കാൻ പോവുകയാണ്. ഭഗവാന്റെ ശത്രുവായിട്ട് ഭഗവാനെ നിഗ്രഹിക്കാനോ അല്ലെങ്കിൽ ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് ശത്രുവായിട്ട് കരുതിയിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഭഗവാനെ എൻ്റെ അടുത്തേക്ക് പോകാൻ പോകണമെന്ന് തീർച്ചയാക്കി. അത് ആലോചിച്ചിട്ട് സന്തോഷിച്ചു. കാരണം ശാപം അതാണ്. വിദ്വേഷഭക്തിയോടുകൂടി 3 ജന്മം കഴിഞ്ഞാൽ തിരിച്ച് വിജയന്മാരാവുന്നതാണല്ലോ ശാപം. അപ്പം വിദ്വേഷഭക്തി വേണമെച്ചാൽ ദേഷ്യമല്ലേ, അതാണ്. അപ്പം അത് അതിനവസരം കിട്ടിയത് സന്തോഷമായി. അതാണ് സന്തോഷമായി പറഞ്ഞത്. മുമുദേ മോദിച്ചു പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് വിചാരിച്ചു, ഓക്കെ എന്നാൽ അങ്ങോട്ട് വിദ്വേഷഭക്തിയോടുകൂടി അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ഞാൻ ഇരിക്കാം. അതാണ് എൻ്റെ ശാപഫലം തീരുന്ന് മനസ്സിലാക്കി സന്തോഷിച്ചു. യുദ്ധാർത്ഥി സർവതോ ലോകാൻ പര്യടൻ സമവസ്ഥിത ഏതദർത്ഥം മഹാരാജ രാവണോതീവ ബുദ്ധിമാൻ ഹൃതവാൻ ജാനകീം ദേവീം ത്വയാത്മവധകാംക്ഷയാ. യുദ്ധാർത്ഥി യുദ്ധത്തെ അർത്ഥിക്കുന്നവനായിട്ട്, യുദ്ധം ചെയ്യാനൊരു ആൾ വേണം. അതാണ് ലോകാൻ സർവതാ പര്യടൻ, ലോകങ്ങളിൽ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചിട്ട് എന്നോട് യുദ്ധം ചെയ്യാൻ ആരാളുള്ളത് എന്ന് ചോദിച്ചിട്ട് എല്ലാ ലോകത്തിലും മുഴുവൻ സഞ്ചരിച്ചിട്ട് സമവസ്ഥിത വസിച്ച മഹാരാജ അല്ലയോ മഹാരാജാവേ, ഏതദർത്ഥം ഇതിനു വേണ്ടിയിട്ട് ത്വയാ അങ്ങയാൽ ആത്മവധ കാമുക്ഷയ ആത്മവധത്തിലുള്ള ആഗ്രഹത്താൽ അതീവ ബുദ്ധിമാൻ രാവണ ഏറ്റവും ബുദ്ധിമാനായ രാവണൻ ജാനകി ദേവിയെ ഹൃതവാൻ അപഹരിച്ചു. അതിനാണ് ദണ്ഡവനത്ത് പോയി ജാനകി ദേവിയെ അപഹരിച്ചത്, ആ ശത്രുവായിട്ട് ഭഗവാനെ എതിരിടാൻ. യുദ്ധം തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് ലോകങ്ങളിൽ സർവഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യുദ്ധം വേണച്ചിട്ടാണ്, അതായത് ഭഗവാനോട് യുദ്ധം ചെയ്തിട്ട് വേണം. വിദ്വേഷഭക്തിയാണല്ലോ. അപ്പോൾ യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് ലോകങ്ങളിൽ സർവഭാഗത്തും സഞ്ചരിച്ചു. അല്ലയോ മഹാരാജാവേ, അങ്ങയിൽ നിന്ന് മരണം സിദ്ധിപ്പാൻ ആഗ്രഹിച്ച് ശ്രീരാമനോട് തന്നെ പറഞ്ഞു കേട്ടോ. ഹേ രാജാവേ, ശ്രീരാമ ഭഗവാനെ, അങ്ങയിൽ നിന്ന് മരണം സിദ്ധിക്കാൻ ആഗ്രഹിച്ചിട്ടാണ്, അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയാൽ വധിക്കപ്പെടാൻ ആഗ്രഹിച്ചിട്ട് അതിബുദ്ധിമാനായിട്ടുള്ള രാവണൻ അങ്ങനെ അങ്ങയുടെ പത്നിയായിട്ടുള്ള ജാനകി ദേവിയെ അപഹരിച്ചു. അതാണ് അപഹരിക്കാൻ കാരണം കൃതയുഗത്തിൽ രാവണനോട് പറഞ്ഞു അങ്ങനെ ചെയ്തോളൂന്നേ. ഈ മഹർഷി ഇല്ലേ, മുനി പറഞ്ഞില്ലേ, അഗസ്ത്യൻ പറഞ്ഞുല്ലോ എന്താണ് ഭഗവാനെ പ്രാപിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കൃതയുഗത്തിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു. ത്രേതായുഗത്തിൽ രാമൻ അവതരിക്കും, അപ്പോൾ രാവണനെ കാണുന്ന ആഗ്രഹിച്ചു. അപ്പോൾ രാമനെ കാണണമെന്ന് വിദ്വേഷഭക്തിയോട് കൂട്ടിയാണ് ആഗ്രഹിച്ചത്, അത്രേ ഉള്ളൂ. അപ്പം അതിനൊരു കാരണം വേണമല്ലോ, രാമൻ ദേഷ്യപ്പെട്ട് വരാൻ. അതിനു വേണ്ടിയിട്ട് സീത അപഹരിച്ചു എന്നാ പറഞ്ഞത് കേട്ടോ. അപ്പം അത് വായിച്ച ഒന്നും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ സർഗം കഴിഞ്ഞു. യുദ്ധാർത്ഥി സർവതോ ലോകാൻ പര്യടൻ സമവസ്ഥിത ഏതദർത്ഥം മഹാരാജ രാവണോദീവ ബുദ്ധിമാൻ ഹൃതവാൻ ജാനകീം ദേവീം ത്വയാത്മവധകാംക്ഷയാ. അതാണ് യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് ലോകങ്ങളിൽ സർവഭാഗത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അല്ലയോ രാമചന്ദ്ര ഭഗവാനെ, അങ്ങയിൽ നിന്ന് മരണം സിദ്ധിപ്പാൻ ആഗ്രഹിച്ച് അത് സാധിക്കാനായിട്ട് അതിബുദ്ധിമാനായിട്ടുള്ള രാവണൻ ജാനകി ദേവിയെ അപഹരിച്ചു. അവസാനത്തെ ശ്ലോകം. ഇമാം കഥാം യശൃണുയാൽ പഠേദ്വാ സംശ്രാവയേദ്വാ ശ്രവണാർത്ഥിനേ സദാ ആയുഷ്യമാരോഗ്യമനന്തസൗഖ്യം പ്രാപ്നോതി കാമം ധനമക്ഷയം ച. ഫലശ്രുതി. ഇമാം കഥ, ഈ കഥയെ
യശൃണുയാത് ഏതൊരാൾ കേൾക്കുകയോ പഠേത്വ പഠിക്കുകയോ ശ്രവണാർത്ഥിനെ കേൾപ്പാൻ ആഗ്രഹിക്കുന്നവനെ കേൾക്കുകയോ സദാ ശ്രാവയേത് എല്ലായ്പ്പോഴും കേൾപ്പിക്കുകയോ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ കേൾപ്പിക്കുകയോ സഹ അവൻ അങ്ങനെയുള്ളവൻ ആയുസ്സിനെയും ആരോഗ്യത്തെയും അനന്തസൗഖ്യത്തെയും അക്ഷയം ധനം ക്ഷയമില്ലാത്തത്ര ധനത്തെയും കാമം ആഗ്രഹത്തെയും പ്രാപിക്കും. ഫലശ്രുതി. അതായത് ഈ കഥ ഏതൊരാളാണ് കേൾക്കുകയോ ഉച്ചരിക്കുകയോ അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരാളെ കേൾപ്പിക്കുകയോ ചെയ്യുന്നത് അവൻ ദീർഘായുസ്സും ആരോഗ്യവും അനന്തമായ സുഖവും, അതായത് അവസാനമില്ലാത്ത സുഖവും ഒരുപാട് അക്ഷയമായ ധനവും എന്ന് വേണ്ട ആഗ്രഹിക്കുന്ന സകല ആഗ്രഹങ്ങളും സഫലീകൃതമാകും എന്നൊരു ഫലശ്രുതി. അതോടുകൂടി ഈ 3-ാം സർഗം കഴിഞ്ഞു ഉത്തരകാണ്ഡത്തിൽ കേട്ടോ. ഇമാം കഥാം യശൃണുയാൽ പഠേദ്വാ സംശ്രാവയേദ്വാ ശ്രവണാർത്ഥിനേ സദാ ആയുഷ്യമരോഗ്യമനന്തസൗഖ്യം പ്രാപ്നോതി കാമം ധനമക്ഷയം ച. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ മാമഹേശ്വരസംവാദേ ഉത്തരകാണ്ഡേ 3യ സർഗഃ സമാപ്തഃ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇന്ന് ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.